ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ഞാൻ ഇന്നലെ ഇട്ട സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാ. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് കേട്ടാലോ. അങ്ങനെ ഞാൻ ആ ജനലുടെ മറവിൽ നിന്നും അമ്മയുടെയും ജോസിൻ്റെയും പ്രവർത്തികളെല്ലാം കണ്ടു. പാവം, അമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യ. പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അത് സുഭാഷായിരുന്നു. ഡാ, നീ എവിടെയാ? എനിക്ക് വണ്ടി ആവശ്യമുണ്ട്. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞല്ലേ നീ വണ്ടി കൊണ്ടുപോയത്? സുഭാഷ് ചോദിച്ചു. എടാ, ഞാൻ ഇപ്പോൾ വരും, ഒരു 30 മിനിറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. ഇനിയും ലേറ്റായാൽ സുഭാഷ് പ്രശ്നം ഉണ്ടാക്കും. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ ജനൽ വഴി അകത്തേക്ക് നോക്കി. അമ്മ അവിടെ തളർന്ന് കിടക്കാണ്. ജോസ് കസേരയിലിരുന്ന് ഉറങ്ങുന്നു. ആ കുപ്പിയിലുള്ള മൊത്തം ജോസ് കാലിയാക്കി കഴിഞ്ഞു. ഞാൻ നേരെ സ്കൂട്ടർ എടുത്ത് സുഭാഷിനെ കണ്ട് അതവനെ ഏൽപ്പിച്ച് വീട്ടിലേക്കെത്തി. നേരെ ബാത്റൂമിൽ കയറി ഇന്നത്തെ എല്ലാം ഓർത്ത് അങ്ങ് തുടങ്ങി. പിന്നീടൊരു കുളിയും കഴിഞ്ഞിറങ്ങി ഹാളിൽ വന്ന് TV ഓണാക്കിയിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പുറത്തൊരു ഓട്ടോയുടെ സൗണ്ട്. ഞാൻ പുറത്തേക്ക് നോക്കി. അമ്മയായിരുന്നു അത്. അമ്മ വീട്ടിലേക്ക് നടന്നു കയറി. സത്യത്തിൽ അമ്മയ്ക്കൊന്നും നടക്കാൻ കൂടി വയ്യ. അത് അമ്മയുടെ മുഖം കണ്ടാലേ മനസ്സിലാകും. അമ്മ എന്താ ലേറ്റായേ? ഞാൻ ചോദിച്ചു. അത് ബസ് കിട്ടാൻ വൈകി, അതാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അമ്മ ചോദിച്ചു. ആ, കഴിച്ചു അമ്മേ. ആ, പിന്നെ എടാ, എനിക്കൊട്ടും സുഖമില്ല. നീ ഒരു കാര്യം ചെയ്, രാത്രി കഴിക്കാനുള്ളത് പുറത്തുനിന്ന് വാങ്ങ്. പിന്നെ എനിക്ക് വേണ്ട, നിനക്ക് മാത്രം വാങ്ങിയാൽ മതി. ഞാനിന്ന് ഫ്രഷായി കിടക്കാൻ പോവുക, എന്നെ ശല്യപ്പെടുത്തരുത്, അമ്മ പറഞ്ഞു. എന്താ അമ്മേ, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? ഞാൻ ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ടടാ, യാത്രാക്ഷീണമാണ്, ഒന്ന് കിടന്നാൽ മാറും. ഞാൻ മനസ്സിലോർത്തു, എന്തിൻ്റെ ക്ഷീണാണെന്ന് എനിക്കറിയാലോ. ആ, എങ്കിൽ ശരി അമ്മേ, അമ്മ റെസ്റ്റ് എടുത്തോ, ഞാൻ പറഞ്ഞു. അമ്മ മുറിയിലേക്ക് പോയി. അമ്മയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ നടക്കാൻ കൂടി പറ്റുന്നില്ല. ജോസ് എന്തായാലും നല്ല പണിയാണ് ഒപ്പിച്ചിരിക്കുന്നേ. സമയം രാത്രി 9 മണി കഴിഞ്ഞു. ഞാൻ ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ TV ഓഫ് ചെയ്ത് ഞാൻ പോയി കിടന്നു. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പതിയെ ഞാൻ അമ്മയുടെ മുറിയിലേക്കൊന്ന് നോക്കി. മുറി ലോക്കാണ്. അമ്മ നല്ല ഉറക്കമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും നേരെ ഉറങ്ങാൻ വേണ്ടി എൻ്റെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് മിക്സിയുടെ സൗണ്ട് കേട്ട് ഞാൻ ഉണർന്നു. ക്ലോക്കിലേക്ക് നോക്കി. സമയം 7. അയ്യോ എന്നും പറഞ്ഞ് ഞാൻ നേരെ കുളിമുറിയിലേക്ക് ഓടി. കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഞാൻ ഓർത്തു, എന്തുകൊണ്ടായിരിക്കണം അമ്മ എന്നെ വിളിക്കാതിരുന്നത്? ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം. ഞാൻ പെട്ടെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. അമ്മയെ അവിടെ ഒന്നും കണ്ടില്ല, റൂമിലുമില്ല. ഞാൻ നേരെ പിൻവശത്തേക്ക് ചെന്ന് നോക്കി. അമ്മ അവിടെ മാറി നിന്നും ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അമ്മ നല്ല സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. അമ്മ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടിച്ച് ഫോണിൽ കാര്യമായി പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതമ്മയുടെ പഴയ മാലയല്ല, പുതിയതാണ്. ഇന്നലെ അമ്മ ഇട്ട മാല ജോസൂരി വാങ്ങിയിരുന്നു. ഇനി അതിനു പകരം അയാൾ കൊടുത്ത പുതിയ മാലയാണോ അത്? ഞാൻ സംശയിച്ചു. ഞാൻ അമ്മയെ കാണാത്ത രീതിയിൽ ഉറക്കെ വിളിച്ചു. അമ്മേ, അമ്മേ, എവിടെയാ? എനിക്ക് പോകാൻ നേരായി. ആ, ദാ വരുന്നടാ എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് അമ്മ അടുക്കളയിലേക്ക് വന്നു. ആ, നീ വന്നോ? പോയിരിക്ക്, ഞാൻ ദോശ എടുക്കാം, അമ്മ പറഞ്ഞു. എന്താ അമ്മേ ഇന്നെന്നെ വിളിക്കാതിരുന്നത്? ഞാൻ ലേറ്റായില്ലേ? ഞാൻ ചോദിച്ചു. അത് ഞാൻ അച്ഛനോട് ഫോണിൽ സംസാരിക്കായിരുന്നു, സമയം പോയതറിഞ്ഞില്ല. പിന്നെ നീ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞ് ചെറിയ ദേഷ്യത്തോടെ എൻ്റെ പ്ലേറ്റിലേക്ക് അമ്മ ദോശ ഇട്ട് തന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ മാലയുടെ ലോക്കറ്റ് ശ്രദ്ധിച്ചു.
അതിൽ അച്ഛൻ്റെ പേരില്ല, ജയെന്ന് മാത്രം ഒരക്ഷരം. അതിനെനിക്ക് മനസ്സിലായി ജോസ് എന്നാണെന്ന്. ജോസ് ഇന്നലെ വരുന്ന വഴിയിൽ വാങ്ങിക്കൊടുത്തതായിരിക്കാം, ഞാൻ ഉറപ്പിച്ചു. അപ്പോഴമ്മ ജോസിൻ്റെ ആയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കണ്ടുപിടിക്കണം. അങ്ങനെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി. ക്ലാസ്സിൽ കയറിയപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ അവരുടെ കാര്യങ്ങളായിരുന്നു. അമ്മ ഇന്ന് അയാളുടെ ഒപ്പം പോകുമോ, അതോ അയാൾ ഇന്ന് വീട്ടിലേക്ക് വരുമോ? അങ്ങനെ ഓരോന്നായി ചിന്തിച്ചു കൂട്ടി ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി. അമ്മ ഹോളിലിരുന്ന് TV കാണുമായിരുന്നു. ആ, നീ വന്നോ? പോയി മുഖമൊക്കെ കഴുകി വാ, ഞാൻ ചായ എടുക്കാം. അമ്മ അതും പറഞ്ഞ് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി. ഞാനും നേരെ റൂമിൽ പോയി ബാഗ് വെച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അമ്മ ചായയുമായി വന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തൊക്കെ നല്ല തെളിച്ചം. ഇന്നലത്തേക്കാളും അമ്മ നന്നായി സന്തോഷവതിയാണിന്ന്. കാരണം ക്ഷീണമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഡാ, എക്സാം അടുക്കാറായി. നീ വല്ലതും പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ നിനക്ക് കൊള്ളാം, അമ്മ എന്നോട് പറഞ്ഞു. ആ അമ്മേ, ഞാൻ പഠിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം. ഇനി TV കാണലൊക്കെ കുറയ്ക്കണം എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ അമ്മയെ നോക്കി നിന്നു. ആ ജോസിൻ്റെ ഒരു ഭാഗ്യം, അല്ലാതെന്താ എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. അങ്ങനെ 7 മണിയായി. ഞാനും അമ്മയും കൂടി ഹോളിലിരുന്ന് TV കാണുന്നു. ഞാൻ നോട്ട് എഴുതുകയാണ്. പെട്ടെന്ന് വീടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്നു. ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഇതാരാ എന്ന്. പെട്ടെന്ന് ഞാൻ പോയി വാതിൽ തുറന്ന് നോക്കി. അത് ജോസായിരുന്നു. ഞാൻ നെട്ടി. അമ്മ അകത്ത് നിന്ന്, ജിത്തു, ആരാ അത്? അറിയില്ല അമ്മേ, ഞാൻ പറഞ്ഞു. അമ്മ പുറത്തേക്ക് വന്ന് ആ കാഴ്ച കണ്ട് അമ്മയും നെട്ടി. കയ്യിൽ ഒരു കവറുമായി ജോസ് വീട്ടുപടിക്കൽ നിൽക്കുന്നു. അമ്മ ഒരു നിമിഷത്തേക്ക് ശ്വാസമില്ലാതെ നിന്നുപോയി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഒരിക്കലും ഈ വരവ് പ്രതീക്ഷിച്ചിരിക്കില്ല എന്ന്. ജോസ് ആ വണ്ടി തിരിച്ചിട്ടു. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. മോനെ, എന്നെ മനസ്സിലായോ? ജോസ് എന്നോട് ചോദിച്ചു. ഇല്ല, ആരാ? ഞാൻ പറഞ്ഞു. ഞാൻ ഉണ്ണി പറഞ്ഞിട്ട് വരിക. ഉണ്ണി എൻ്റെ അച്ഛൻ്റെ പേരാണ്. ഞാൻ അമ്മയെ ശ്രദ്ധിച്ചു. അമ്മയുടെ നെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ജോസ് അമ്മയോട് രേണുകയല്ലേ എന്ന് ചോദിച്ചു. അമ്മ അതിന് അതേന്ന് ഉത്തരം നൽകി. ആ, ഉണ്ണി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓ, എന്തൊരു അഭിനയമാണ് ജോസി കാണിക്കുന്നേ. എനിക്കെല്ലാം അറിയാമെന്ന് ഇവർക്ക് 2 പേർക്കും അറിയില്ലല്ലോ, അതാ ഇങ്ങനെ. ജോസ് ഒരു കവർ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അകത്ത് കൊണ്ട് വെക്കാനായി പറഞ്ഞു. ഞാൻ അതും വാങ്ങി അകത്തേക്ക് കൊണ്ട് വെച്ച് തിരിച്ചു വരുമ്പോൾ അമ്മയും ജോസും തമ്മിൽ എന്തോ പറയുന്നുണ്ട്. ഞാൻ കതകിൻ്റെ അവിടെ മാറി നിന്ന് അത് കേട്ടു. അച്ചായ, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വേഗം തിരിച്ചു പോവും, അമ്മ പറഞ്ഞു. അങ്ങനെ വെറുതെ പോകാനല്ല ഞാൻ വന്നേ, ജോസ് പറഞ്ഞു. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? ഇപ്പോൾ ഇവിടെ എൻ്റെ മോനുണ്ട്. അവനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു, അമ്മ പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കാതെ രേണുകെ, ആരും ഒന്നും അറിയില്ല. പിന്നെ മോൻ, അവൻ്റെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം, ജോസ് പറഞ്ഞു. ഷേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. നീ പേടിക്കണ്ട, എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോഴും. ആ, പിന്നെ ഞാനൊന്ന് പോകുന്നില്ല, ഇവിടെ ഉണ്ടാകും. ആ കവറിൽ കുറച്ച് ചിക്കനുണ്ട്, നീ അതെടുത്ത് കറി വെക്ക്. നിൻ്റെ പാചകം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണമല്ലോ, അയാൾ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അമ്മ ശരിക്കും ഭയന്നു. സത്യത്തിൽ എനിക്കപ്പോൾ ചെറിയ ദേഷ്യം വന്നെങ്കിലും മനസ്സിൽ ഞാൻ ഓർത്തു, ഇന്ന് പരിപാടി നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാകുമല്ലോ എന്ന്. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് ചെന്നു. ആ മോനെ, നീയപ്പോൾ എത്രയിലാ പഠിക്കുന്നേ? ജോസ് എന്നോട് ചോദിച്ചു. +2, ഞാൻ മറുപടി പറഞ്ഞു. നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, പഠിക്കുന്നുണ്ടെങ്കിൽ. എന്താ രേണുകെ, നീ വീട്ടിൽ വന്ന അതിഥിയെ പുറത്ത് നിർത്തുകയാണോ? ജോസ് അമ്മയോട് ചോദിച്ചു. അമ്മ വേറെ ഏതോ ലോകത്തായിരുന്നു.
പെട്ടെന്നൊന്ന് നെട്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ സോറി, വാ അകത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി. എന്താ കുടിക്കാൻ വേണ്ടത്? ഈ സമയത്ത് ചായ കുടിക്കുമോ? അമ്മ ജോസിനോട് ചോദിച്ചു. ആ, എന്തായാലും കുഴപ്പമില്ല, ജോസ് പറഞ്ഞു. എങ്കിൽ ഞാൻ ചായ ഇട്ട് തരാം. അമ്മ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ആ സമയം മൊത്തം ജോസ് എന്നോട് സംസാരിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനും ജോസുമായി നല്ല കമ്പനിയായി. പെട്ടെന്ന് അമ്മ എന്നെ അടുക്കളയിലേക്ക് വിളിച്ചു. ജിത്തു, ഒന്നിങ്ങ് വന്നേടാ. എന്താ അമ്മേ? മോനെ, അതച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ്, നമ്മളെ കാണാൻ വന്നതാണ്, അമ്മ പറഞ്ഞു. ആ അമ്മേ, എനിക്കത് മനസ്സിലായി. ആ, പിന്നെ പുള്ളിയൊന്നും പോകുന്നില്ല, ഇവിടെ ഉണ്ടാകും. നീ ഒരു കാര്യം ചെയ്, നിൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. പുള്ളി ഇന്ന് അവിടെ കിടക്കട്ടെ. ആ ശരി അമ്മേ. ഞാൻ നേരെ റൂമിലേക്ക് പോയി റൂം മൊത്തം വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഹാളിൽ പോയി അവരോടൊപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പെട്ടെന്ന് അമ്മ ചായയുമായി വന്നു. അതുപോലെ ഒരു ഷോളും ഇട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എൻ്റെ മുന്നിൽ നല്ലവളാകാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ ജോസ് ചായയൊക്കെ കുടിച്ചു. രേണുകെ, എനിക്കൊന്ന് ഫ്രഷ് ആകണം, എവിടെയാ കുളിമുറി? ജോസ് ചോദിച്ചു. അത് മോൻ്റെ മുറിയിലേക്ക് ചെന്നാൽ മതി. ജിത്തു, നീ ആ തോർത്തൊന്ന് എടുത്തു കൊടുക്ക് എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ജോസ് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അയാൾക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി അമ്മ അച്ഛൻ്റെ ഷർട്ടും കൊടുത്തു. എന്നിട്ട് അമ്മ അടുക്കളയിൽ പണി തുടർന്നു. ഇപ്പോൾ ജോസ് എൻ്റെ മുറിയിലാണ്. പെട്ടെന്ന് ജോസ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. മോനെ, ഒന്നിങ്ങ് വന്നേ. ഞാൻ അകത്തേക്ക് ചെന്നു. ആ, പിന്നെ മോനെങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്നേ? ബസ്സിലാണോ? ആ അതെ അങ്കിൾ. എന്താ വീട്ടിൽ ബൈക്കും സ്കൂട്ടറൊന്നും ഇല്ലേ? ജോസ് ചോദിച്ചു. ഇല്ല അങ്കിൾ, അച്ഛനോട് ഞാൻ പറഞ്ഞതാ, പക്ഷെ മേടിച്ചു തന്നില്ല. ആണോ? കുഴപ്പമില്ല, അതൊക്കെ ഈ അങ്കിൾ ശരിയാക്കാം എന്നും പറഞ്ഞ് അയാളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് തന്നു. എന്താ അങ്കിൾ ഇത്? ഞാൻ ചോദിച്ചു. ഇത് കുറച്ച് ക്യാഷാണ്, നീ കയ്യിൽ വെച്ചോ. പഠിക്കുന്ന ചെക്കനല്ലേ, നിനക്ക് ചിലവുകളുണ്ടാവും. പിന്നെ ഇത് അമ്മയോട് പറയണ്ട, കേട്ടല്ലോ. ഞാൻ തലയാട്ടി. പിന്നെ അയാൾ എൻ്റെ ഫോൺ വാങ്ങി അതിലയാളുടെ നമ്പർ സേവ് ആക്കി. മോനെ, ഇതെൻ്റെ നമ്പറാണ്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇതിൽ വിളിക്കാം എന്നും പറഞ്ഞ് അയാൾ ഹാളിൽ പോയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് 3000 രൂപയുണ്ട്. സത്യത്തിൽ ആ നിമിഷം എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ആലോചിച്ചു, ഞാനൊന്നും അറിയുന്നില്ല എന്ന് നടിച്ചാൽ അതിൻ്റെ ഗുണം എനിക്കും കൂടി കിട്ടും എന്നാലോചിച്ച് ഞാൻ ക്യാഷ് ബാഗിൽ വെച്ച് ഹാളിൽ പോയിരുന്നു. ഞങ്ങൾ തമാശ പറയാനും പൊട്ടിച്ചിരിക്കാനുമൊക്കെ തുടങ്ങി. ഇത് കേട്ട അമ്മ അടുക്കളയിൽ നിന്നും വന്നു. ആ, നിങ്ങൾ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സായോ? അമ്മ ചോദിച്ചു. അതെ അമ്മേ, അങ്കിളുടെ കൂടെ സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. അത് കേട്ടപ്പോൾ അമ്മ ജോസിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. മോനെ, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു, ഞാൻ കുടിച്ചിട്ട് വരാം. മോനോട് ഇരുന്ന് TV കാണ്. എന്നോടിതും പറഞ്ഞ് ജോസ് അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ വെപ്രാളത്തിൽ അടുക്കളയിലേക്ക് നോക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പതിയെ ഞാൻ അടുക്കളയുടെ അടുത്ത് പോയി ആരും കാണാതെ അകത്തേക്ക് നോക്കി. ഷോ, എന്താ ഇച്ചായി കാണിക്കുന്നേ? മോൻ അപ്പുറത്തുണ്ട്, അമ്മ അയാളോട് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്ക് എന്നും പറഞ്ഞ് ജോസ് അമ്മയുടെ അരികിലേക്ക് നിന്നു. ഈ സമയം ഞാൻ ആലോചിച്ചു, കാര്യം നിലവിളക്കിൻ്റെ അരികിൽ കരിവിളക്ക് വെച്ച പോലെയാണെങ്കിലും ജോസ് ആള് പുലിയാണ്. പെട്ടെന്ന് അമ്മയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ രണ്ടുപേരും വേഗം പഴയതുപോലെ ഇരുന്നു. അകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ജോസ് വീണ്ടും ഹാളിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരമെല്ലാം കഴിച്ച് കൈ കഴുകി എഴുന്നേറ്റു. ജോസ് അമ്മയുടെ കയ്യിൽ എന്തോ ഒരു ചെറിയ പാക്കറ്റ് കൊടുത്തു. എന്നിട്ട് പതിയെ പറഞ്ഞു, ഇത് 1 സ്പൂൺ 1 ഗ്ലാസ് ജ്യൂസിൽ ചെക്കന് കൊടുത്തേക്ക്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ പ്ലാൻ എന്താണെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ജ്യൂസും കൊണ്ട് വന്നു. അതിൽ നിന്നും 1 ഗ്ലാസ് എടുത്ത് എനിക്ക് തന്നു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാനത് കുടിക്കും പോലെ ആക്ട് ചെയ്തു.
എന്നിട്ട് എൻ്റെ റൂമിലേക്ക് പോയി എല്ലാം വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു. പിന്നീട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഞാൻ ഉറക്കം വരുന്ന പോലെ അഭിനയിച്ച് ജോസിനോട് പറഞ്ഞു, മോന് ഉറക്കം വന്നെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ എന്ന്. പെട്ടെന്ന് അമ്മ എന്നോട്, ഡാ സമയം ഒരുപാടായി, നിനക്ക് നാളെ ക്ലാസ്സില്ലേ, പോയി കിടന്നുറങ്ങ്. ഞാൻ എഴുന്നേറ്റു റൂമിലേക്ക് പോയി. ഞാൻ ചിന്തിച്ചു, എന്നെ ഉറക്കാൻ രണ്ടുപേർക്കും എന്താ ഉത്സാഹം. ഞാൻ നേരെ റൂമിൽ പോയി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങുകയായി അഭിനയിച്ചു കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോളിലെ ലൈറ്റ് ഓഫായി. ഞാൻ പതിയെ ഹോളിലേക്ക് പോയി. അവിടെ ആരുമില്ല. രണ്ടുപേരും അമ്മയുടെ റൂമിൽ പോയി. അവിടെ ആയിരിക്കും. അമ്മയുടെ റൂമിൽ ലൈറ്റുണ്ട്. വാതിൽ പകുതി തുറന്ന് കിടക്കാണ്. ഞാൻ പതിയെ അവിടേക്ക് ചെന്ന് അകത്ത് നിന്ന് അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നും എല്ലാം കണ്ടു. എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും എൻ്റെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. ടക്ക് ടക്ക് റൂമിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഡാ ഇതുവരെ നീ എഴുന്നേറ്റില്ലേ? അത് അമ്മയുടെ സൗണ്ടായിരുന്നു. ആ ഞാൻ എഴുന്നേറ്റു അമ്മേ എന്നും പറഞ്ഞ് ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 6:30 കഴിഞ്ഞു. ദൈവമേ, സമയം ഇത്രയായോ? പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ആ സമയത്തൊക്കെ ഇന്നലത്തെ സംഭവങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. അതോർത്ത് ഞാനങ്ങ് തുടങ്ങി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഞാൻ താഴേക്ക് ചെന്നു. അമ്മ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ നേരെ അടുക്കളയിൽ കയറി ചെന്നു. അമ്മേ, ഞാൻ ഇറങ്ങുക, നല്ല ലേറ്റായി. നിക്കടാ, ഇത് കഴിച്ചിട്ട് പോ, അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, കഴിക്കാൻ നിന്നാൽ ബസ് കിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പുറത്തേക്കോടി. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അമ്മയുടെ റൂമിൽ ആരോ കിടക്കുന്നുണ്ട്. ഞാൻ പതിയെ അങ്ങോട്ടേക്ക് നോക്കി. അതെ, അത് ജോസാണ്. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാൻ കരുതി അയാൾ രാത്രി തന്നെ പോയിട്ടുണ്ടാവുമെന്ന്. അമ്മ ആൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അമ്മയ്ക്കിപ്പോൾ പകലെന്നോ രാത്രിയെന്നോ പേടിയില്ലാതായിരിക്കുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നാളെ സൺഡേ ആണ്, ക്ലാസ്സില്ല. ഫ്രണ്ട്സിനോടൊപ്പം എവിടെയെങ്കിലും കറങ്ങാൻ പോകണം എന്നാലോചിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി. ഹോളിലെ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. ജോസ് അമ്മയുടെ മടിയിൽ കിടക്കുന്നു. പെട്ടെന്നാണ് അമ്മ എന്നെ കണ്ടത്. എന്നെ കണ്ടതും അമ്മ മൊത്തത്തിലൊന്ന് ഞെട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ജോസ് പെട്ടെന്നാണ് അമ്മയുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അമ്മ നേരെ അകത്തെ മുറിയിലേക്ക് ഓടിപ്പോയി. ആ നീ വന്നോ? എന്താ ഇന്ന് നേരത്തെ? ജോസ് എന്നോട് ചോദിച്ചു. എന്താ അങ്കിൾ, എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ചോദിച്ചു. ആ അത് എനിക്ക് നല്ല തലവേദന. അപ്പോൾ രേണുകയാണ് പറഞ്ഞത് ഒന്ന് കിടന്നോളാൻ, അത്രയേ ഉള്ളൂ. അതൊന്നുമല്ല, എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ജോസ് ഒരു ചിരിയോടെ, അമ്പടാ, നിനക്കപ്പോൾ എല്ലാം മനസ്സിലായല്ലേ? ഞാനിന്ന് രാത്രി നിന്നോടൊരു സംസാരിക്കാൻ വേണ്ടി ഇരുന്നതാ. എന്ത് സംസാരിക്കാൻ? ഞാൻ ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ റൂമിലേക്ക് വാ. ജോസ് എന്നെയും കൊണ്ട് റൂമിലേക്ക് പോയി. ഡാ, നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നീയൊരു പ്രശ്നമാക്കരുത്. ഞാനൊരു നെട്ടലോടെ, അങ്കിൾ എന്തായി പറയുന്നേ? ഇതെൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും. ഞാൻ പറഞ്ഞു. അറിയരുത്. ഡാ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടൊന്നുമല്ല. എനിക്കിവിടെ ടൗണിൽ ഒരു ജ്വല്ലറി ഉണ്ട്, അത്യാവശ്യം ക്യാഷും ഉണ്ട്. നിൻ്റെ അമ്മയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എന്നിട്ട് അയാൾ ഫോണെടുത്ത് എനിക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തന്നു. എല്ലാം അമ്മയുടെ ഫോട്ടോസായിരുന്നു. അന്ന് ആ റബ്ബർ തോട്ടത്തിലെ വീട്ടിൽ വെച്ചെടുത്ത കുറേ ഫോട്ടോസ്. അങ്കിൾ, ഇതൊക്കെ എന്താ? ഞാൻ സങ്കടത്തോടെ ചോദിച്ചു. ഡാ ചെക്ക, ഞാൻ പറയുന്ന പോലെ കേട്ട് നിന്നാൽ അമ്മയ്ക്ക് മോനും കൊള്ളാം, മനസ്സിലായോ? അങ്കിൾ പ്ലീസ്, ഈ ഫോട്ടോ വേറെ ആരെങ്കിലും കണ്ടാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു. ജോസ് ഒരു ചിരിയോട് കൂടി, ഈ ഫോട്ടോസ് ആരും കാണില്ല, അതിന് നിൻ്റെ സഹായം കൂടി വേണം. ഇവിടെ കഴിയുന്ന കാര്യങ്ങളൊന്നും നീ കണ്ടില്ല എന്ന് വെക്കണം, ഓക്കെ ആണോ? അയാളുടെ ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചു. ജോസ് എന്നെയും കൂട്ടി റൂമിൻ്റെ പുറത്തേക്ക് വന്നു.
എന്നിട്ട് അമ്മയെ വിളിച്ചു. രേണുകെ, നീ ഒന്ന് പുറത്തേക്ക് വാ. ആ വിളി കേട്ട് അമ്മ പുറത്തേക്കിറങ്ങി. ഡി, നീ ഇനി പേടിക്കണ്ട, ഞാനിവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി തല താഴ്ത്തി നിന്നു. എങ്കിൽ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നല്ല ക്ഷീണമുണ്ട് എന്നും പറഞ്ഞ് ജോസ് കുളിക്കാനായി പോയി. ഇപ്പോൾ ഹാളിൽ ഞാനും അമ്മയും മാത്രമായിരുന്നു. ഡാ മോനെ, നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അമ്മ എന്നോട് പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി അമ്മേ. അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. മോനെ, ഇതൊരു കാരണവശാലും അച്ഛൻ അറിയരുത്. അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. എനിക്കറിയാം അമ്മേ. ഞാനായി അച്ഛനോട് ഇതൊന്നും പറയാൻ നിൽക്കുന്നില്ല. മോനെ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോടാ? അമ്മ ചോദിച്ചു. എന്തിനാ അമ്മേ? ഇതൊന്നും അമ്മ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. നമ്മുടെ അവസ്ഥ അങ്ങനായി പോയതുകൊണ്ടല്ലേ. എനിക്കെല്ലാം മനസ്സിലാവും അമ്മേ. അമ്മ വിഷമിക്കരുത്. അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ അമ്മയുടെ മുഖത്ത് ആ ടെൻഷനില്ല. മോനെ, ഡാ, ഞാൻ അടുക്കളയിലേക്ക് പോവാം. അച്ചായൻ കുളിച്ചിട്ട് വരുമ്പോൾ കഴിക്കാനുള്ളത് റെഡിയാക്കട്ടെ. ശരി അമ്മേ. ഞാൻ ഹാളിൽ TV കണ്ടുകൊണ്ടിരുന്നു. അമ്മ അടുക്കളയിൽ ആഹാരമുണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ജോസ് കുളി കഴിഞ്ഞ് വന്നു നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഡാ, നിനക്കെന്നോട് ദേഷ്യമോ വിരോധമോ എന്തെങ്കിലും ഉണ്ടോടാ? ഞാനൊന്നും ഉത്തരം നൽകിയില്ല. അയാൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നിസ്സഹായനെ പോലെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തിനാ അങ്കിൾ നിങ്ങൾ ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടൂടെ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല, അമ്മയെ സ്നേഹിക്കാൻ വന്നതാ. നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുടെ കുറവുണ്ട്, അതെല്ലാം ഞാൻ കൊടുക്കും. അതിനായാണ് ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ചമ്മൽ തോന്നി. അതോടൊപ്പം തന്നെ എന്തോ ഒരു അനുഭൂതിയും. ഡാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഞാനിവിടെ ഉള്ളത് നിനക്കും നിൻ്റെ അമ്മയ്ക്കും നല്ലത് മാത്രമേ ഉണ്ടാകൂ. മനസ്സിലായോ? ജോസ് പറഞ്ഞു. ഞാനൊന്ന് മൂളി. നാളെ സൺഡേ അല്ലേ, എന്താ പരിപാടി? ജോസ് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞു. എങ്കിൽ പുറത്തേക്ക് പോയൊന്ന് കറങ്ങി വാ. ചിലവോർത്ത് നീ പേടിക്കണ്ട. എത്രയാ പണം വേണ്ടേ അത് ഞാൻ തരും, അയാൾ പറഞ്ഞു. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷമായി. പുള്ളിയെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. പുള്ളി എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട. നിൻ്റെ എന്താഗ്രഹവും നിനക്ക് എന്നോട് പറയാം. ഞാൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. എനിക്ക് വല്ലാത്ത ദാഹം. നീ ഇവിടെ ഇരിക്ക്, ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പുള്ളി അടുക്കളയിലേക്ക് പോയി. കുറച്ച് സമയമായിട്ടും അയാൾ പുറത്തേക്ക് വന്നില്ല. അടുക്കളയ്ക്ക് വാതിലില്ല, അതുകൊണ്ട് ഒരു കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ് അടുക്കള. ഹാളിലിരുന്നാൽ അടുക്കളയുടെ അകം കാണാൻ പറ്റില്ല. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കർട്ടൻ ചെറുതായി ഒന്ന് മാറ്റി നോക്കി. അവിടെ നടക്കുന്ന പരിപാടി എനിക്ക് കാണാമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മ ഇപ്പോൾ ജോസിൻ്റെ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അമ്മയുടെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ പോയി നോക്കി. അത് അച്ഛൻ്റെ കോളാണ്. ഞാൻ പുറത്തുനിന്ന് ഉറക്കെ വിളിച്ചു, അമ്മേ അമ്മേ, ഇതാ അച്ഛൻ വിളിക്കുന്നു. അത് കേട്ടതും അമ്മ ഹാളിലേക്ക് ഓടി വന്നു. ഒരു നാണത്തോടെ എന്നെ നോക്കി ഫോണെടുത്ത് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ജോസും പുറത്തേക്ക് വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് TV കണ്ടുകൊണ്ടിരുന്നു. സമയം 10 ഡാ, നീ ഉറങ്ങുന്നില്ലേ? സമയം നോക്കിയേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അമ്മ എന്നോട് പറഞ്ഞു. അമ്മയ്ക്ക് എന്നെ ഉറക്കിയിട്ട് എന്താ പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അമ്മ, നീ എന്താടാ ഈ ആലോചിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അമ്മ വീണ്ടും പറഞ്ഞു. അതമ്മേ, നാളെ സൺഡേ അല്ലേ, കുറച്ച് കഴിഞ്ഞ് കിടക്കാം, ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ജോസിൻ്റെ മറുപടി, നീ എന്തിനാ അവനെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? നാളെ സ്കൂളില്ലല്ലോ, അവൻ TV കാണട്ടെ. ആ, അച്ചായനും അവന് സപ്പോർട്ടാണോ?
2 മാസം കഴിഞ്ഞാൽ അവൻ എക്സാമായി. അതൊക്കെ അവൻ പഠിച്ചോളും. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാ. അവനെവിടെ ഇരുന്ന് TV കാണട്ടെ. നീ വാ, നമുക്ക് കിടക്കാം. ജോസ് അമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി. ജോസ് പതുക്കെ എഴുന്നേറ്റ് അമ്മയുടെ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും എഴുന്നേറ്റു. ഡാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഒരു ജഗ് വെള്ളവും ഗ്ലാസും എടുത്തു അടുക്കളയിലെ ലൈറ്റ് ഓഫാക്കി ജോസിൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് റൂം ലോക്കായി. ഞാൻ പതുക്കെ പോയി കീ ഹോളിലൂടെ അകത്തേക്ക് നോക്കി എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ റൂമിലെ ലൈറ്റ് ഓഫായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. റൂമിൻ്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്നും കാണാൻ കഴിയാത്ത വിഷമത്തിൽ ഞാൻ പോയി സോഫയിലിരുന്നു. ഞാൻ ആലോചിച്ചു, ഇപ്പോൾ അമ്മയും ജോസും ഭാര്യയും ഭർത്താവിനെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മുന്നിൽ പോലും അവർ അതുപോലെ പെരുമാറുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? അങ്ങനെ ഓരോന്നാലോചിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ 3rd പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.